വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ്. 9ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഭൂപടങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഹെഡിങ്ങുകൾ എന്താണ്, ഓരോരോ കാര്യത്തിൽ എന്താണ് ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്, അത് വെച്ച് നമുക്ക് എങ്ങനെ ഓരോന്നും മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെയാണോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. എന്തെല്ലാം ആവശ്യങ്ങൾക്കായാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഒരേ ഭൂപടം തന്നെയാണോ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്? അല്ല അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസൃതമായി ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായിട്ടും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അപ്പോൾ ഭൂപടങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്നാണ് പറയുന്നത്. 2 അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. എന്തൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം എന്ന് പറയുന്നതിലും, അതുപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അല്ലെങ്കിൽ തോത് എന്ന രീതിയിലും ഭൂപടങ്ങളെ തരംതിരിക്കാം. അപ്പോൾ ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം, ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത് എന്നതിൽ ഭൂപടങ്ങളെ തരംതിരിക്കാം. ഭൂപടങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BC 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസൊപ്പൊട്ടേമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മഗല്ലൻ, ഡ്രേക്ക്, വെസ്റ്റൂജി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആദ്യമേ തന്നെ ടോളമിയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം തന്നെ വിശ്വസിച്ചിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഭൂപടം നിർമ്മിക്കുവാനായിട്ട് ആദ്യം തന്നെ തുടങ്ങിയത്. അറ്റ്ലസിൽ അച്ചടിച്ച് വരുന്നത് വരെ ഈ ഭൂപടത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷം കുറേ ആൾക്കാർ വന്നു. ആരൊക്കെയാണ്? കൊളംബസ്, കാബട്ട്, അതുപോലെ തന്നെ മഗല്ലൻ, ഡ്രേക്ക്, വെസ്റ്റൂജി എന്നീ നാവികർക്ക് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളുടെ സാദൃശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. എന്തൊക്കെ ഭൂപടങ്ങളുണ്ട്? രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം, അങ്ങനെ ഓരോ ഭൂപടത്തും ഓരോ ഇതിന് വേണ്ടിയിട്ടും പല ഭൂപടങ്ങളും ഉണ്ടല്ലേ, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭൂപടം എന്ന് വെച്ചാൽ എന്തായിരിക്കും? രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് വെച്ചാൽ എന്തായിരിക്കും? സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഭൂഗണത്തിൻ്റെയോ ഒക്കെ ചിത്രങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക. മണ്ണിനാണെങ്കിലോ മണ്ണിനെ കുറിച്ചിട്ടായിരിക്കും അല്ലേ, ആ പേരിലെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഭൗതിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഭൗതിക ഭൂപടങ്ങൾ എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഭൗതിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ സ്ഥിരീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? രാജ്യങ്ങൾ, സംസ്ഥാനം, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡ്, റെയിൽ പാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം എന്നിവയൊക്കെയാണ് ഈ സാംസ്കാരിക ഭൂപടങ്ങളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിദത്തമായ സവിശേഷതകളുള്ളതിനെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായ സവിശേഷതകളുള്ളതിനെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഭൂപടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ മാപ്പ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് ഭൂപടങ്ങളിലുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുക ഒരുമിച്ച് ആക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അല്ലേ. ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പല ഭൂപടങ്ങളായിട്ട് തരംതിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്താ പറയുന്നത്, രണ്ട് ഭൂപടങ്ങളിലെ വിവരങ്ങൾ കൂടിക്കലർത്താണെന്നുണ്ടെങ്കിൽ ആശയക്കുഴപ്പത്തിലാവും. അത് കാരണമാണ് എന്താണ് ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക വിഷയം മാത്രം എടുത്ത് പ്രതിപാദിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭൂപടങ്ങളുടെയും അളവ് ഒരുപോലെ തന്നെയാണോ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ഭൂപടങ്ങളെയും നമ്മൾക്ക് എങ്ങനെ വർഗീകരിക്കുന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇവിടെ. തോതിൻ്റെ അടിസ്ഥാനത്തിലെ ഭൂപടങ്ങളുടെ വർഗീകരണം എങ്ങനെയാണ്? വലിയ തോത് ഭൂപടങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ തോത് ഭൂപടങ്ങളുണ്ട്. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ, അതായത് വലിയ തോത് എന്ന് വെച്ചിട്ടാണ് വലുതായിട്ട് നമുക്ക് വിവരങ്ങൾ അറിയാനായിട്ട് പറ്റുകയാണ് അല്ലേ. ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചിട്ട് വലിയതായിട്ട് വിവരങ്ങൾ അറിയാൻ പോകണം. ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതിനെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. എന്താണ് എക്സാമ്പിൾ? ധരാതലീയ ഭൂപടം. വില്ലേജ് ഭൂപടം എന്ന് വെച്ചാൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രദേശമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വലിയ തോത് ഭൂപടങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ധരാതലീയ ഭൂപടം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? 1/2 കിലോമീറ്റർ ആയിട്ട് കണക്കാക്കും. 1 സെൻറ്റിമീറ്റർ ചിലപ്പോൾ 1/4 കിലോമീറ്റർ ആയിട്ട് കണക്കാക്കും. അങ്ങനെയായിരിക്കും കണക്കാക്കിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ? നേരെ ഓപ്പോസിറ്റ് അല്ലേ. അതെന്ന് വെച്ചിട്ട് ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവല വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നത്. അതായത് അധികമൊന്നും, ഇത് ചെറിയ തോത് ഭൂപടങ്ങളാണ്. ചെറിയ ഭൂപടത്തിൽ എല്ലാതും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ചെറിയ ഭൂപടത്തിൽ വലിയതായിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നതിനെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് എന്താണ്? ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആക്കിയില്ലേ. മറ്റോടത്ത് 1/4 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഒക്കെ വെച്ച് ആക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. പക്ഷേ 1 സെൻറ്റിമീറ്റർ 25 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ചും കൂടി വലിയതാണല്ലോ. അപ്പം മനസ്സിലായല്ലോ. വലിയ തോത് ഭൂപടങ്ങൾ എന്താണ്? ചെറിയ തോത് ഭൂപടങ്ങൾ എന്താണ്? വലിയ തോത് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. ഇനി നമുക്കൊരു ഭൂപടം തരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഭൂപട വായനയ്ക്ക് ആദ്യമായിട്ട് ആവശ്യമായ ഘടകങ്ങളാണ് തലക്കെട്ട് അല്ലേ. തലക്കെട്ടുണ്ടായിരിക്കും. പിന്നെന്താ? തോതുണ്ടായിരിക്കും, ദിക്ക്, അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക അല്ലേ. ഇനി ഓരോന്നും എന്താണെന്ന് പറയുന്നുണ്ട്. തലക്കെട്ട് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാലോ. ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. നൽകിയിട്ടുള്ള ഭൂപടത്തിന് തലക്കെട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്? കേരളം ഭൂപ്രകൃതി അല്ലേ. കേരളം ഭൂപ്രകൃതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. തോത് എന്ന് വെച്ചാൽ എന്താണ്? തോത് നോക്കി രണ്ടാമത് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് തോത് എന്ന് പറയുന്നത്. ഇതാണല്ലേ തോത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തോത് നൽകിയിട്ടുണ്ട്. എന്താണ് തോത് നോക്കാം. ചെറിയ ഭൂപടമാണ്, വലിയ ഭൂപടമാണോ? തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത് എന്ന് വെച്ചാൽ. എന്താണ് പറയുന്നത്? ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും അതുപോലെ തന്നെ ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതത്തെയാണ് തോത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയൊക്കെ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായിട്ട് കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കി. ഈ തോത് വെച്ചിട്ടാണ് കറക്റ്റ് അളവുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന പ്രസ്താവന രീതിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നൽകിയിട്ടുണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നതില്ലേ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. 100 കിലോമീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 100 കിലോമീറ്റർ നൽകിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. 100 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? പ്രസ്താവന രീതിയാണ് അല്ലേ. പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണ്? ഉദാഹരണമായിട്ട് ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഈ ഭൂപടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 1 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് കറക്റ്റായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ആ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ. അപ്പോൾ അതിനെയാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഇനി ഭിന്നക രീതി എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഭിന്നക രീതി എന്ന് വെച്ചാൽ എന്താണ്? ഫ്രാക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. 1:1 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നൽകുന്നതിനാണെന്ന് പറയുന്നത് ഭിന്നക രീതി എന്ന് പറയുന്നത്. അതായത് ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ എത്ര യൂണിറ്റുകൾക്കാണ്?
1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനുപാതം എന്ന് പറയുമ്പോൾ കണ്ട രണ്ട് ഇങ്ങനെ കുത്തിട്ടുള്ളതാണ് അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റത്തെ നൽകിയിട്ടുള്ളത് എന്താണ് പറയുന്നത്, യൂണിറ്റ് ഭൂപടത്തിലെ അകലവുമായിരിക്കും നൽകിയിട്ടുണ്ടായിരിക്കാം. പിന്നെ അതിനുശേഷം നൽകിയിട്ടുള്ളത് യൂണിറ്റ് ഭൂതലത്തിലെ അകലമാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് ഭിന്നക രീതിയിൽ കൊടുക്കും. അതായത് അത് പഠിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഭിന്നക രീതിയിൽ ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഭിന്നക രീതി എന്ന് പറയും. പ്രസ്ഥാന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് രേഖീയ രീതി എന്ന് വെച്ചാൽ എന്താണ്? രേഖീയ രീതി എന്ന് വെച്ചാൽ നോക്കിയേ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ. രേഖീയ രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നത് ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ന് പറയുന്നത് രേഖീയ രീതി എന്ന് പറയുന്നത്. ഇനി ദിക്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? ദിക്കുകളെ പറ്റി നമുക്ക് ഏകദേശം അറിയാം. N എന്ന് വെച്ചാൽ നോർത്താണ്, S ആണെങ്കിൽ സൗത്താണ്. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ദിക്കുകൾ എന്ന് പറയുന്നത്. ഇനി അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ നിറങ്ങളും ഓരോന്നിനെയല്ലേ സൂചിപ്പിക്കുന്നത് നോക്കാം. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിറങ്ങളും ചിഹ്നങ്ങളും കൊടുക്കുന്നത് നോക്കാം. പച്ച കളറാണെന്നുണ്ടെങ്കിൽ എന്താണ്? നൈസർഗിക സസ്യജാലങ്ങളാണ് അല്ലേ. സസ്യങ്ങളാണെങ്കിൽ കാരണം പച്ചയാണ്, അപ്പോൾ പച്ച നൈസർഗിക സസ്യജാലങ്ങൾ. മഞ്ഞാണെങ്കിൽ കൃഷിയിടങ്ങളിലെ മഞ്ഞ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് നെല്ലായിരിക്കും. നെല്ലെന്ന് പറയുന്നത് മഞ്ഞല്ല, അപ്പോൾ മഞ്ഞ എന്ന് പറയുന്നത് കൃഷിയിടങ്ങൾ. ചുവപ്പാണെങ്കിൽ പാർപ്പിടങ്ങൾ, റോഡുകൾ ചുവപ്പ്. കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈനൊക്കെ കറുപ്പിലാണ് കൊടുത്തിട്ടുണ്ടാവുക. നീല ജലാശയങ്ങൾ, തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. 2 വരയിൽ കൊടുത്തിട്ടുള്ളത് ടാറിട്ട് റോഡ്. ഈ ചിഹ്നം തീവണ്ടിപ്പാത. ഇത് അരുവി, നദി, ക്രിസ്ത്യൻ പള്ളി പ്ലസ് അല്ലേ, ക്ഷേത്രം, മുസ്ലിം പള്ളി. പിന്നെ പാർപ്പിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, കിണർ, വട്ടത്തിലുള്ളത് കിണർ, PS പോലീസ് സ്റ്റേഷൻ, ഇത് കോട്ട, ഇത് പാലം, കുളം, കുഴൽ കിണർ, ശ്മശാനം. അപ്പോൾ അങ്ങനെ പല ഇതിൽ ഓരോ ചിഹ്നങ്ങളും ഓരോ കളറും ഓരോന്നിനെയും സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ട് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചുള്ളൊരു സ്കെച്ച് നൽകിയിട്ടില്ലേ. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ സംഭവം തന്നെയാണ് അടിയിലും കൊടുത്തേക്കുന്നത്. ഇനി എന്താണ് സൂചിക എന്ന് പറയുന്നത്? ഭൂപട വായനയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് സൂചകം എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ എന്നിവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കും? നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ എന്തിട്ട് ഇതെന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് സൂചിക എന്ന് പറയുന്നത്. ഇനി അക്ഷാംശ രേഖാംശ രേഖകൾ എന്നാണ് ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനാണ് അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് ഭൂപടത്തെക്കുറിച്ചിട്ട് ഏകദേശം പറയാനായിട്ടുള്ളത്. ഇനി എന്താണ് വിദൂര സംവേദനം എന്ന് വെച്ചാൽ? വിദൂര സംവേദനം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ അല്ലേ ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി ശേഖരിക്കുന്നതിനെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ബലൂൺ, വിമാനം, കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റുന്നുണ്ടില്ല അല്ലേ. പക്ഷെ നമുക്ക് ഈ ഉപകരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് പറയുന്നത്? ബലൂൺ, വിമാനം, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ എന്നിവയൊക്കെ ഘടിപ്പിച്ച് നമുക്ക് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. അതിനെയാണെന്ന് പറയുന്നത് വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെയാണ് സംവേദകങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളതിനെയാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. ഇനി വിദൂര സംവേദനം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. എന്താണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്? ഭൂതല വിദൂര സംവേദനം അല്ലേ. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. പേരുണ്ട് അല്ലേ, ഭൂതല വിദൂര സംവേദനം വെച്ചെന്നാണ്. ഭൂതലത്തിൽ നിന്ന് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതിനെയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ആകാശീയ വിദൂര സംവേദനം വെച്ചെന്നാണ്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. വിമാനത്തിൻ്റെ സഹായത്തോടെ നമുക്ക് വിവരങ്ങൾ അറിയുന്നതിനാണ് അല്ലേ, ഭൗമോപരിതല സവിശേഷതകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആകാശീയ വിദൂര സംവേദനം. ഇനി എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി അറിയുന്നതിനെയാണ് അല്ലേ. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ വിദൂര സംവേദനം എന്തിനൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്? കാലാവസ്ഥാ പഠനം, കാർഷിക മേഖലയെ പഠനം, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിനും എന്തുപയോഗിക്കുന്നുണ്ട്? വിദൂര സംവേദനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS എന്ന് പറയുന്നത്? GIS എന്ന് പറയുന്നതും GPS ആണ്. 2 ടേമുകളാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് നോക്കാം. എന്താണ് GIS അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്? ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗ്ഗങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാമെന്ന് പറഞ്ഞു. ഈ മാർഗ്ഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമുക്ക് പല വിദൂര സംവേദനങ്ങൾ വഴി നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇതിനൊക്കെ അപഗ്രഥനം ചെയ്യണം അല്ലേ? നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരണം. അതിന് വേണ്ടിയിട്ട് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം അല്ലേ? അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പട്ടികകളും ഗ്രാഫുകളൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്. ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. നമുക്ക് കുറേ ചിത്രങ്ങൾ, നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫും പട്ടികയായിട്ട് മാറ്റും. അങ്ങനെ പട്ടികയാക്കിയതിന് ശേഷം എന്ത് ചെയ്യും? അത് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യും. അതിനെയാണ് എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കില്ല അതിന് വേണ്ടിയിട്ട്, അതിനെയാണ് എന്ന് പറയുന്നത് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കും. വിവരങ്ങൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ഭൂവിവര വ്യവസ്ഥയെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു അല്ലേ? ഭൂപടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചിട്ട് കമ്പ്യൂട്ടർ വഴി എന്താക്കി മാറ്റും? ഭൂപടങ്ങളും അതുപോലെ തന്നെ ഗ്രാഫുകൾ തുടങ്ങിയവയുടെ ത്രിമാന മാതൃകകളൊക്കെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം. അപ്പോൾ എന്തൊക്കെയാണ് GISൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്? വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം. അപ്പോൾ GIS മനസ്സിലായല്ലോ. നെക്സ്റ്റ് പറയുന്നത് GPS ആണ്. GIS മനസ്സിലായി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? GPS ആണ്. നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ എടുക്കുന്ന സമയം എന്നിവയ്ക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നോക്കുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയ്ക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കില്ലേ? സ്ഥാനം, സഞ്ചാര ദിശ, വേഗത, സമയം എന്നിവയൊക്കെ നോക്കാനായിട്ട് പറ്റും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയ മിക്ക വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ISRO വികസിപ്പിച്ച ഭൂപട നിർമ്മാണ സംവിധാനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ച ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വിവര സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുണ്ട് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.